ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ബാങ്കിങ് ടെക്സ്പോർട്ടിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സൂപ്പർ NBFC കുറിച്ചാണ് ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ മുൻപ് കുറച്ച് ചെയ്തതും ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്തതും, എന്നാൽ ഇപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് ആരും ശ്രദ്ധിക്കുന്നില്ല, ഇതിനെക്കുറിച്ചൊരു മൈൻഡ് പോലുമില്ല. പക്ഷേ ഇതിൽ ഈ ആപ്പിൽ ഈ RBI അപ്രൂവ്ഡ് NBFCയിൽ കുറച്ച് അപ്ഡേഷൻസ്, നല്ല അപ്ഡേഷൻസ് വന്നിട്ടുണ്ട്. വളരെ കുറച്ച് ഡോക്യുമെൻറ്റ്സ് മാത്രം മതി, നിങ്ങൾക്ക് പേഴ്സണൽ ലോൺ ലഭിക്കും. അതിനെ കൂടാതെ തന്നെ നിങ്ങൾക്ക് ബിസിനസ് ലോണും ഇതിൽ നിന്ന് ലഭിക്കും. അതും നമ്മുടെ സാധാരണ ബാങ്കിൽ കൊടുക്കുന്ന പോലെ ITR, GST, അതുപോലെ തന്നെ മറ്റ് ഡീറ്റെയിൽസ്, അങ്ങനെ ഒരുപാട് ഡോക്യുമെൻറ്റ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ വേണ്ട. ലളിതമായ ഡോക്യുമെൻറ്റ്സിൽ തന്നെ നിങ്ങൾക്ക് പേഴ്സണൽ ലോണും അതേപോലെ തന്നെ ബിസിനസ് ലോണും നിങ്ങൾക്ക് ലഭ്യമാണ്. പേഴ്സണൽ ലോണിന് വേണ്ടിയുള്ള ഡോക്യുമെൻറ്റ്സ് എന്ന് വെച്ചാൽ നിങ്ങളുടെ സാലറി സ്ലിപ്പ്, ഒരു മാസത്തെ സാലറി സ്ലിപ്പ്, അത് ലേറ്റസ്റ്റ് 3 മാസത്തിനുള്ളിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ വേണം. പിന്നെ 12 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ആവശ്യമാണ്. 12 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൽ നിങ്ങളുടെ സാലറി ക്രെഡിറ്റ് 9 മാസമെങ്കിലും അതിൽ കാണിച്ചിരിക്കണം. പിന്നെ നോർമലി നമ്മളുടെ ആധാർ കാർഡും പാൻ കാർഡ്, മുമ്പ് ഓൺ ഹൗസ് പ്രൂഫ്, മറ്റ് കാര്യങ്ങൾ, ഡീറ്റെയിൽസ്, ഗ്യാരണ്ടർ ഡോക്യുമെൻ്റ്, അങ്ങനെ ഒരുപാട് ചോദിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ഇവർ അപ്ഡേഷൻസ് മാറ്റിയിട്ടുണ്ട്. വളരെ സിമ്പിൾ വാല്യുവേഷനാണ്. മുമ്പ് സിബിൽ സ്കോർ 675 ആയത് ഇപ്പോൾ 650 അവർ ചെയ്യും. നിങ്ങളെല്ലാവരും ചെയ്യുക, നല്ലൊരു ഓപ്ഷനാണ്. ഞാൻ ഒരിക്കൽ കൂടി അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഞാൻ താഴെ ഒരു ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മൊബൈൽ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യാൻ പറയും. ഇമെയിൽ ID കൊടുക്കുക, പാൻ നമ്പർ കൊടുക്കുക, നിങ്ങളുടെ പാൻ കാർഡ് അനുസരിച്ച് നിങ്ങളുടെ ഫുൾ നെയിം കറക്റ്റ് കൊടുക്കുക. അതേപോലെ തന്നെ നെയിം ഗെറ്റ്സ് ഓട്ടോ ഫിൽഡ് ബേസ്ഡ് ഓൺ ദ പാൻ ഡീറ്റെയിൽസ് പ്രൊവൈഡഡ്. അതുപോലെ നെയിം ടൈപ്പ് ഓഫ് ദി എംപ്ലോയ്മെൻറ്റ്, നിങ്ങൾ ചെയ്യുന്ന എംപ്ലോയ്മെൻറ്റ് ഗവൺമെൻറ് ഫേം ആണോ, പബ്ലിക് ഫേം ആണോ, പ്രൈവറ്റ് ഫേം എന്ന് ചോദിക്കും. അത് നിങ്ങൾ ഇപ്പോൾ പ്രൈവറ്റ് ലിമിറ്റഡോ പബ്ലിക് ലിമിറ്റഡോ ഗവൺമെൻറ് ഫേമോ അവർക്ക് പെട്ടെന്ന് കിട്ടും. പിന്നെ പ്രൊപ്പർട്ടിഷിപ്പ് ആണെങ്കിൽ നിങ്ങൾ പ്രൈവറ്റ് ലിമിറ്റഡ് ഫേം തന്നെ കൊടുക്കുക. പിന്നെ മോഡ് ഓഫ് സാലറി ബാങ്ക് അക്കൗണ്ട് തന്നെ കൊടുക്കണം. കറണ്ട് റെസിഡൻസ് പിൻകോഡ്, അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, ഞാൻ പറയേണ്ട കാര്യമില്ല. പിന്നെ നിങ്ങൾക്ക് എത്ര രൂപയാണ് ഇവിടെ ലോൺ വേണ്ടത് അതെല്ലാം ഇവിടെ നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. എത്ര രൂപ കൊടുത്താലും നമ്മുടെ എലിജിബിലിറ്റിക്ക് അനുസരിച്ച് അവർ തരികയുള്ളൂ. ഡേറ്റ് ഓഫ് ബർത്ത്, പിന്നെ കസ്റ്റമർ പ്രിഫേർഡ് റീഡിംഗ് ലാംഗ്വേജ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലാംഗ്വേജ്. മലയാളമില്ല ഇവിടെ, ഇംഗ്ലീഷ്, ഹിന്ദി, കന്നഡ, തെലുങ്ക്, തമിഴ് ആൻഡ് അതർ ലാംഗ്വേജസ് മാത്രമേ ഉള്ളൂ. അതർ ഓപ്ഷനിൽ ചിലപ്പോൾ അതറിൽ പ്രസ് ചെയ്യുക, ചിലപ്പോൾ മലയാളം എക്സിക്യൂട്ടീവ് സംസാരിക്കും. കൂടുതലും ഇംഗ്ലീഷും ഹിന്ദിയാണ്. ടോട്ടൽ വർക്ക് എക്സ്പീരിയൻസ് ഓഫ് ദി കസ്റ്റമർ ഇൻ മന്ത്സ് ചോദിക്കുന്നുണ്ട്. ഇത് മാസത്തിൽ തന്നെ കൊടുക്കണം. നിങ്ങൾ 1 വർഷമാണെങ്കിൽ 12 എന്ന് കൊടുക്കണം. അതേപോലെ തന്നെ 2 വർഷമാണെങ്കിൽ മസ്റ്റായിട്ടും 24 എന്ന് കൊടുക്കണം. ഇനി എന്തെങ്കിലും EMI പോകുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് EMI പോകുന്നുണ്ടെങ്കിൽ അത് EMI എത്രയാണെന്ന് നിങ്ങൾ കൊടുക്കുക. ഡസ് ദ കസ്റ്റമർ ഹാവ് എനി ഡിലേ ഇൻ എനി അതർ പാസ്റ്റ് ലോൺ, എന്തെങ്കിലും ഡിലേ വരുത്തിയിട്ടുണ്ട്. ഇതാരും വായിച്ചു നോക്കിയില്ല. കസ്റ്റമർ മുൻകാലങ്ങളിൽ എന്തെങ്കിലും ലോണിൽ ഡിലേ വരുത്തിയിട്ടുണ്ടെന്ന് ചോദിക്കുന്നുണ്ട്. അത് നോ എന്ന് തന്നെ കൊടുക്കുക. യെസ് എന്ന് കൊടുത്താൽ ആ സ്പോട്ടിൽ തന്നെ റിജക്റ്റ് ആവും. ഇനിയിപ്പോൾ ഡിലേ വരുത്തിയിട്ടുണ്ടോ നിങ്ങൾ നോ എന്ന് കൊടുത്താലും അവർ ചെക്ക് ചെയ്യുമ്പോൾ മനസ്സിലാകും. ഇനി അടുത്ത ഞാൻ കാണിക്കുന്നില്ല, കാരണം ഞാൻ മുമ്പൊക്കെ ഒരുപാട് കാണിച്ചതാണ്. ഈ നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ ആധാർ നമ്പർ, പാൻ കാർഡ്, നിങ്ങളുടെ സാലറി സ്ലിപ്പ് എല്ലാം ആദ്യം ഡൗൺലോഡ് ചെയ്ത് വെക്കുക. 1 മാസത്തെ സാലറി സ്ലിപ്പ്, 12 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, ആധാർ കാർഡ്, പാൻ കാർഡ്, ഇതെല്ലാം ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫില്ല് ചെയ്യുമ്പോൾ വീണ്ടും ഡൗൺലോഡ് ചെയ്യാൻ പോകുന്ന സമയത്ത് അതെല്ലാം ചിലപ്പോൾ ഡിലീറ്റായി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആദ്യമേ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ ചെയ്യുക. ഓക്കെ, വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് മറ്റു ബാങ്കിലെ പോലെ നിങ്ങൾക്ക് വലിയ ഡോക്യുമെൻറ്റ്സോ കാര്യങ്ങളോ, നമുക്ക് സാധാരണ ഒരു ബാങ്കിൽ അപ്ലൈ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും. 3 മാസത്തെ സാലറി സ്ലിപ്പ്, ചിലപ്പോൾ 6 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, ആധാർ കാർഡ്, പാൻ കാർഡ്, അതുപോലെ തന്നെ ഡോക്യുമെൻറ്റിൽ ഒപ്പിട്ട് കൊടുക്കണം. അതേപോലെ നമുക്ക് കുറച്ചേറെ കടമ്പകളുണ്ട്. ഓക്കെ, പിന്നെ ലോൺ അപ്രൂവ് ആണെങ്കിൽ പിന്നെ അവർ പറയുന്ന ഡോക്യുമെൻറ്റ്സിൽ മുഴുവനും സൈൻ ഇട്ട് കൊടുക്കണം. അങ്ങനെയൊക്കെ ഒരുപാട് ബാങ്കിൽ 5-6 തവണ നടന്നു പോകണം. അല്ലെങ്കിൽ ബാങ്കിൽ ഒരു 10-15 തവണയെങ്കിലും നമ്മൾ പോകേണ്ടി വരും. അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഇത് നമുക്ക് തികച്ചും ഓൺലൈനിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ആരും ഉടായ്പ് ചെയ്യരുത്. ഉടായ്പ് ചെയ്യണമെങ്കിൽ അവർ തീർച്ചയായിട്ടും നിങ്ങളെ അത് ക്യാച്ച് ചെയ്യും. അതുകൊണ്ട് അങ്ങനെ ആരും മാൽ പ്രാക്ടീസ് ഒന്നും ചെയ്യരുത്. അതേപോലെ തന്നെ ബിസിനസ് ലോൺ അവർ ചെയ്യുന്നത് പിന്നെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസിനും അതുപോലെ തന്നെ പ്രൊപ്പറേറ്റർഷിപ്പ്, പാർട്ണർഷിപ്പ് എല്ലാ കമ്പനിക്കും ചെയ്യും. വളരെ ലളിതമായ സർട്ടിഫിക്കറ്റാണ്. ITRൻ്റെ ആവശ്യമൊന്നുമില്ല. ഉദ്യോഗാധാർ കൊടുക്കേണ്ടി വരും. ഏതെങ്കിലും ഒരു ബിസിനസ് പ്രൂഫോ ലൈസൻസോ എന്തെങ്കിലും വരണം. കാരണം ബിസിനസ് നടത്തണമെന്ന് അവർക്ക് അറിയണമല്ലോ. അപ്പോൾ ഏതെങ്കിലും ഒരു 2 ബിസിനസ് പ്രൂഫ് നിങ്ങളുടെ കയ്യിൽ ആവശ്യമാണ്. ബാക്കി ആധാർ
കാർഡും പാൻ കാർഡും അങ്ങനെയുള്ള കാര്യങ്ങളുമാണ്. അത് നിങ്ങൾക്ക് അതിൽ നോക്കുമ്പോൾ തന്നെ അറിയാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ തന്നെ പറഞ്ഞു തരണമെന്നില്ല. ഇവിടെ ബിസിനസ്സിൻ്റെയാണ്. കസ്റ്റമർ മൊബൈൽ നമ്പർ, നിങ്ങളുടെ ഓൾട്ടർനേറ്റീവ് മൊബൈൽ നമ്പർ, ഇമെയിൽ ID, കസ്റ്റമറിൻ്റെ പാൻ കാർഡ്, നെയിം, പാൻ കാർഡ് അനുസരിച്ചുള്ള പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, കസ്റ്റമറിൻ്റെ ജെൻഡർ, ഇനി മെറിറ്റൽ സ്റ്റാറ്റസ്, ലോൺ എമൗണ്ട് എത്രയാണോ വേണ്ടത്, കസ്റ്റമറിൻ്റെ ബിസിനസ് ഇവിടെ എൻ്റർ ചെയ്യുക. ബിസിനസ് ടൈപ്പ് ഏതാണെന്ന് വെച്ചാൽ പ്രൊപ്പറേറ്റർഷിപ്പാണോ, പാർട്ണർഷിപ്പാണോ, പ്രൈവറ്റ് ലിമിറ്റഡ് ആണോ കൂടെ എൻ്റർ ചെയ്യുക. ഇൻഡസ്ട്രി ടൈപ്പ് ഇതിലേതാണ് നിങ്ങൾ അറിയാമല്ലോ. ഇത് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൽ മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യാം. മിക്കവാറും എല്ലാ ബിസിനസ്സും ഇതിൽ ഓപ്ഷൻസും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇൻഡസ്ട്രി സബ് ടൈപ്പ് ഉണ്ട്. അതിൻ്റെ സബ് ടൈപ്പും കാര്യങ്ങളും ഇവിടെ എൻ്റർ ചെയ്യുക. നമ്മളിവിടെ കൊടുക്കുന്നതിൻ്റെ സബ് ടൈപ്പ് ആയിരിക്കും എന്താ താഴെ വരുന്നത്. അപ്പം പെട്ടെന്ന് മീഡിയ എന്ന് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ സെലക്ട് ഇൻട്രസ്റ്റ്, അഡ്വർടൈസിംഗ് ആണോ അനിമേഷൻ ആണോ അങ്ങനെയുള്ള ഓപ്ഷൻസ് ഇവിടെ വരും. അത് കൊടുക്കും. ഇനി ബിസിനസ് വിൻറ്റേജ് ഇൻ മന്ത്സ്, എത്ര മാസമായെന്ന് ചോദിക്കും. മാക്സിമം 1 year to above ആണ് അവർ നോക്കുന്നത്. ഇയർലി റവന്യൂ ഇൻ റുപ്പീസ് ഇവിടെ ചോദിക്കും. സെലക്ട് കസ്റ്റമർ പ്രിഫേർഡ് ലാംഗ്വേജ്, നിങ്ങളോട് കസ്റ്റമർ കെയറിൽ നിന്ന് സംസാരിക്കുന്ന ലാംഗ്വേജ് എന്ന് ചോദിക്കും. അതെല്ലാം ഇവിടെ കറക്റ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിൽ നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബിസിനസ് ലോണ് എന്താ പറയുന്നത് വളരെ ഈസി ആയിട്ട് കിട്ടും. അപ്പം എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് പലിശ വളരെ കുറച്ച് പലിശ മാത്രമേ ഉള്ളൂ. നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. അപ്പോൾ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ബിസിനസ് ലോണാണോ പേഴ്സണൽ ലോണാണോ ഏതാണ് വേണ്ടത്. ഈ പേഴ്സണൽ ലോൺ ആവശ്യക്കാർ ബിസിനസ് ലോൺ ക്ലിക്ക് ചെയ്യരുത് കേട്ടോ. ബിസിനസ് ലോണിൻ്റെ ഡോക്യുമെൻ്റ് ഉണ്ടെങ്കിലേ കിട്ടുകയുള്ളൂ. പേഴ്സണൽ ലോണിന് അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് ഉണ്ടെങ്കിലേ കിട്ടുകയുള്ളൂ. ഞാൻ ഏതായാലും ലിങ്ക് താഴെ കൊടുത്തിരിക്കാം. ഇത് നമ്മൾ കുറച്ച് നാളായിട്ട് മറന്നിരിക്കുകയായിരുന്നു. ഇപ്പോൾ പുതിയ അപ്ഡേഷൻ ഞാൻ നോക്കിയപ്പോഴാണ് കണ്ടത്. മുമ്പ് 12 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൽ 11 മാസമെങ്കിലും സാലറി ക്രെഡിറ്റ് കാണിക്കണമായിരുന്നു. ഇപ്പോൾ 9 മാസത്തെ സാലറി ക്രെഡിറ്റ് മാത്രം കാണിച്ചാൽ മതി. മാക്സിമം എല്ലാവരും ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് വാട്സപ്പ് ചെയ്യുക. ഞാൻ വാട്സപ്പ് നമ്പർ താഴെ കൊടുത്തിരിക്കാം. ഓക്കെ, ഡൗട്ട് വരാൻ ചാൻസ് ഇല്ല. എന്തെങ്കിലും കാരണവശാൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ എന്നോട് ചോദിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹാവ് എ നൈസ് ഡേ.